നമസ്കാരം. SFIO അന്വേഷണം തുടരാമെന്നൊരു വിധി വന്നല്ലോ. ആ വിധിയിൽ എക്സാലോജിക്കിൻ്റെ ഹർജി ഹൈക്കോടതി, അതായത് കർണാടക ഹൈക്കോടതി തള്ളിയതോടുകൂടി CPM-ൽ ഇവരെയൊക്കെ പിന്തുണച്ചിരുന്ന ചില നേതാക്കളുണ്ട്. അവരിപ്പോൾ യു-ടേൺ അടിക്കുകയാണ്. വീണാ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നതോടുകൂടി ഈ കാര്യത്തിൽ നേരത്തെ നൽകിയിട്ടുള്ള നിർലോഭതരമായിട്ടുള്ള പിന്തുണ CPM പതുക്കെ പിൻവലിച്ചു തുടങ്ങുകയാണ് എന്നുള്ള സൂചനകൾ വരികയാണ്. അതിൽ അസന്തുഷ്ടനാണ് ഇപ്പോൾ പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീണാ വിജയനെതിരെയുള്ള കർണാടക ഹൈക്കോടതി വിധിയെക്കുറിച്ച് MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ താൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അത് വരുന്നതോടുകൂടി വീണാ വിജയനെ കേസിൽ കുരുക്കുവാനുള്ള നടപടികളുമായി SFIO അണിയറ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് വാദവും മുറവിളിയും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആഴ്ച തന്നെ മിക്കവാറും വീണയ്ക്ക് നോട്ടീസ് നൽകും. ആ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ തന്നെ അവർക്ക് പങ്കെടുക്കേണ്ടി വരും, നേരത്തെ CMRL നിന്ന് KSIDCയിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘം നേരിട്ടെത്തിയിട്ടാണ് വിവരങ്ങളൊക്കെ പലപ്പോഴും തേടിയിരുന്നത്. ഈ അന്വേഷണമൊക്കെ റദ്ദാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ടുള്ള തിരിച്ചടിയുമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടേറിയിട്ടുള്ള ഏറ്റവും വലിയ ചർച്ചകൾക്കിടയാക്കിയത് എന്ന് സമൂഹത്തിലറിയാം. സിംഗിൾ ബെഞ്ച് ഹർജി അത് തള്ളിയതോടുകൂടിയാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പോരാ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ട, ആ വേട്ടയാടലാണ് അത്തരത്തിൽ തന്നെയാണ് CPM ഇത്രനാളും വിശദീകരിച്ചു കൊണ്ടേയിരുന്നത്. KSIDCക്ക് പിന്നാലെ ഈ എക്സാലോജിക്കിനും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി ചിലപ്പോൾ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ആ പ്രതിരോധത്തിൽ നിന്നും പതുക്കെ പിൻവലിക്കുകയാണ് ഇപ്പോൾ CPM എന്ന് പറയേണ്ടി വരും. വീണയെ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് SFIO കടന്നാൽ അത് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ വെള്ളം കുടിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് വലിയൊരു കേസായി മാറും. പിന്നെ കേസ് നടത്തിയപ്പം അന്വേഷണം അടക്കമുള്ള ഈ തുടർ നടപടികളുമൊക്കെ എക്സാലോജിക്കിൻ്റെയും വീണാ വിജയൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം മാത്രം എന്ന നിലപാടാണ്. ആ നിലപാടിൽ മാത്രമാണ് ഇപ്പോൾ CPM നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേസ് നടത്തിപ്പിൻ്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും ഓരോ ഭാഗത്തിനോടും പ്രതികരിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്നുമാണ് ഇപ്പോൾ CPM-ൻ്റെ നയം. ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ടായിട്ടുള്ള ഒരു ധാരണയാണിത്. മാറേണ്ടി വരും CPM-ന് എന്നുള്ളതാണ്. എന്നാൽ കരിമണൽ കമ്പനി നടത്തുന്ന വിവാദ വ്യവസായിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ്, ആ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം അത് പാർട്ടിക്കകത്ത് പല തലങ്ങളിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യക്ഷത്തിൽ എന്തോ തരത്തിലുള്ള പന്തികളുണ്ടെന്ന ഒരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കുവാൻ പ്രാഥമിക അന്വേഷണങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവും പാർട്ടി വിലയിരുത്തലുമാണ് ഇപ്പോഴത്തെ. അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പാർട്ടിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു SFIOയുടെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? ആ അന്വേഷണത്തിൻ്റെ അവസാനത്തെ ആള് ആരിലേക്കാണ് എത്തുന്നത്? ഇന്ന് വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കമുള്ള എല്ലാ നേതാക്കളും വീണാ വിജയനും പിണറായി വിജയനും നൽകിയ ഒരു ഒത്താശയുണ്ടല്ലോ, ഒരു അനുകൂലപരമായിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്താൻ പോകുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വീണാ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ SFIO അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയപ്പെടുന്ന CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ തുടച്ചു നീക്കലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു തുടച്ചു നീക്കൽ അനിവാര്യത അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്ക് ഇനിയെങ്കിലും ഈ കേരളത്തിലെങ്കിലും ഇടമുണ്ടാകണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പാർട്ടിക്കാരെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടും മാറി ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്ന്
അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളിയായി അദ്ദേഹം പറയുന്നതെല്ലാം കേട്ട് ആ ഛർദ്ദിക്കുന്നത് വാരി വിഴുങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ആ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അപസ്വരങ്ങൾ ഉണ്ടാകുന്നത്, അപശ്രുതികൾ ഉണ്ടാകുന്നത്. വീണ വിജയൻ എന്തിൻ്റെ പേരിലാണ് പാർട്ടി പ്രതിരോധിക്കുന്നത്? ശരി, പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിലേക്ക്, സഖാവിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാൽ അപ്പോൾ പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ടി വരും. പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയെ രക്ഷിക്കേണ്ടി വരും. പ്രതിരോധം തീർത്ത് പാർട്ടിയുടെ നേതാവിനെ രക്ഷിച്ചെടുക്കേണ്ടി വരും. എന്തിൻ്റെ പേരിലാണ് പാർട്ടി ഈ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുന്നത് എന്തിന് എന്ന് പാർട്ടിക്കാരോ പാർട്ടി അണികളോ ഇല്ലെങ്കിൽ സമൂഹമോ ചോദിച്ചാൽ ഉത്തരമുണ്ടോ? ശ്രീ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ, താങ്കൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം ആശയും അഭിലാഷവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് അണികൾ ഈ പാർട്ടിയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ സ്വപ്ന ചിന്തകളിലുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ആ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുവാനും തൊഴിലാളികൾക്ക് അഭയസ്ഥാനമെന്നും കരുതിയിരുന്ന ചിലരെങ്കിലും ഇനിയും ബാക്കിയുണ്ട് ആ പാർട്ടിയിൽ നിന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകരുത്. കാരണം താങ്കൾ ആ പാർട്ടിയെ നയിക്കുന്ന പാർട്ടിക്കാരനാകുമ്പോൾ ഓർത്തു വയ്ക്കണം, ഇതിനു വേണ്ടി രക്തം ചൊരിഞ്ഞവരെക്കുറിച്ച്, ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തുയർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച സഖാക്കളെക്കുറിച്ച്, ഒരുപാട് ബലി നൽകിയ രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം, അറിഞ്ഞിരിക്കണം അവരെക്കുറിച്ച്. ഒരറിവുമില്ലാതെ ആരോ കാട്ടുന്ന അഴിമതിക്ക് കൂട്ടുനിന്ന് അതിന് ഏറാൻ മൂലിയായി പ്രവർത്തിക്കുവാനുള്ളതല്ല ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഇത്തരത്തിൽ ഏറ്റവും വലിയ അധികാര കേന്ദ്രമെന്ന് പറയപ്പെടുന്ന സെക്രട്ടറി പദവി. അത് താങ്കൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും ശ്രീ MV ഗോവിന്ദൻ. താങ്കൾ ആരുടെയും അടിമയല്ല, താങ്കൾ പിണറായി വിജയൻ്റെ വീട്ടിലെ വേലക്കാരനുമല്ല എന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകരുത് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഇതാ ഇടപെടാൻ പോകുന്നത് നിങ്ങളുടെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സെക്രട്ടറികളും അല്ലെങ്കിൽ സംസ്ഥാന ഭരിക്കുന്ന പാർട്ടിക്കാരും പാർട്ടി നേതാക്കളും മേലാളന്മാരൊന്നും ആയിരിക്കില്ല. ഇനി ഇടപെടാൻ പോകുന്ന പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇടപെടുന്നു. എന്തിനു വേണ്ടി? വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഈ സംസ്ഥാന സെക്രട്ടറി ആര്, സംസ്ഥാന നേതാക്കൾ ആര് എന്നുള്ള ചോദ്യത്തോടു കൂടി. അഴിമതി കാട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന പാർട്ടി സഖാവ് പടിക്ക് പുറത്തിരിക്കണമെന്ന് പറയുന്ന ചിലരെങ്കിലും ഇന്നും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് സഖാക്കളെ. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് പോളിറ്റ് ബ്യൂറോയും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയും ഇടപെടുന്ന ദിവസങ്ങൾ സമാഗതമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. അഴിമതിക്ക് കൂട്ടുനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് ഉറക്കെ വിളിച്ചു പറയും പോളിറ്റ് ബ്യൂറോ. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ സംരക്ഷിക്കുക, മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുക, പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലേക്ക് തന്നെ പോകാനാണ് വിധിയെങ്കിൽ അതിന് വിടുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി തീരുമാനമുണ്ടാകും. അതനുസരിക്കേണ്ടി വരും ഇവിടുത്തെ പാർട്ടിയും പാർട്ടിക്കാരും അണികളും നേതാക്കന്മാരും എല്ലാം. ഇനി നാളെ അഴിമതി കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടത്തിയിട്ടുള്ളത് എങ്കിൽ ആ മുഖ്യമന്ത്രിയും തള്ളിപ്പറയും നാളെ ഈ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. അത് എത്ര വലിയ വിജയനാണെങ്കിലും എത്ര വലിയ പിണറായി ആണെങ്കിലും. അതുകൊണ്ട് പിണറായി വീട്ടിലും മകൾ ജയിലിലുമാകുന്ന കാലം വിദൂരമല്ല എന്ന് പറയേണ്ടി വരുന്നു. പാർട്ടിക്കാർ തന്നെ ഈ പാർട്ടിയെ നയിച്ചിരുന്ന പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സഖാവിനെ വീട്ടിലിരുത്തുവാനുള്ള അവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒപ്പം SFIയുടെ അന്വേഷണം വളരെ കൃത്യമായി നടക്കുകയാണെങ്കിൽ മകൾ വീണ വിജയന് ജയിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മകൾ വീണ വിജയൻ ജയിലിലേക്കും പാർട്ടി പുറത്താക്കിയ പിണറായി വിജയൻ വീട്ടിലേക്കും പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കാലം ചക്രം തിരിയുന്നതിനനുസരിച്ച് വളരെ കൃത്യമായി കാണാൻ കഴിയും. വരും ദിവസങ്ങൾ നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. SFIയുടെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മകൾ വീണ വിജയൻ ജയിലിലേക്കും പാർട്ടിയുടെ നിലപാടുകളും ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടലും ഉണ്ടാകുന്നതോടുകൂടി പിണറായി വിജയൻ വീട്ടിലേക്കും പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് കാത്തിരിക്കുക ഈ വീണ വിജയൻ ജയിലിലേക്കും പിണറായി വീട്ടിലേക്കും പോകുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത്.